സ്റ്റേഷനിൽ കയറി. നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഷഹബാസിന്റെ മരണത്തിന് കാരണമായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതരുതെന്ന്. പക്ഷേ എന്ത് ചെയ്യുക, അവർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പേര് അതിനെ പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യവുമില്ല, അവരെന്തായാലും എക്സാം എഴുതിയതാണ്, എഴുതി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമുക്കെന്തായാലും ആ പ്രതിഷേധത്തിൻ്റെ 2-3 വീഡിയോസ് കണ്ടിട്ട് ടോപ്പിക്കിലോട്ട് കടക്കാം. എന്തായാലും ആ നാലെണ്ണ എക്സാം എഴുതാ ആ പൊന്നു മോള് പഠിക്കുന്നോളല്ലേ ഓൺ എഴുതേണ്ട എക്സാം അല്ലേ എന്നിട്ട് ഓൺ എഴുതിച്ചില്ലേ. നിയമപരമായ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇയാൾക്ക് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയത്. എന്നാൽ ഇത് MSF നടത്തിയ പ്രതിഷേധമാണ്. കുന്നിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ജുവനൈൽ ഹോമിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കയറിയിരിക്കുന്നു. മതിൽ ചാടിക്കടന്നാണ് പ്രവർത്തകർ അവിടേക്ക് കയറിയത്. ഷഹബാസ് വധക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ അവിടെയാണ് SLC പരീക്ഷ എഴുതുന്നത്. പരീക്ഷാ കേന്ദ്രം ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നത്. ദീപക് ധർമ്മടമുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, അതില്ല, ഇത് യൂത്ത് കോൺഗ്രസ്, KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവർക്കെതിരെ പ്രതിഷേധിച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അത് മറ്റൊന്നുമല്ല, ഒരു ടീച്ചറിന്റെ വീഡിയോ ആണ്. അതും കൂടെ എന്തായാലും നമുക്കൊന്ന് കാണാം. സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ TV കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാണ്. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. എന്നാലും അത് കൈ വെട്ടണം, കാല് വെട്ടണം, അതൊക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എനിക്ക് താമരശ്ശേരി മാമയാഞ്ഞല്ലേ ഞാൻ പോയത്. താമരശ്ശേരി ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടെ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം, മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. ഞാനുൾപ്പെടെ, നിങ്ങളുൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണത്, അവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കരുതെന്ന്. പക്ഷേ ഞാൻ ഒരു വോയിസ് നോട്ട് കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് കാര്യമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ. അപ്പം അതിന്റെ വൈലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേറ്റിന് തന്നെ അല്ലേ. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, ഓരോ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. അപ്പം അത് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫർദർ മൂവ്മെന്റ് അങ്ങനെ പോകും. കേസിന്റെ സ്റ്റാറ്റസ് അങ്ങനെ പോകും. അപ്പം ഈ 21A വൈലേഷൻ ആവാതിരിക്കാൻ വേണ്ടി മസ്റ്റായിട്ട് അവർക്ക് വിദ്യാഭ്യാസം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം കൊടുക്കണം, ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ നിയമം. നമ്മൾ എത്രയൊക്കെ പ്രതിഷേധം എടുത്താലും ഇനി എന്തൊക്കെ പറഞ്ഞാലും അവർ ആ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ഈ ക്രിമിനൽസിനെ, സ്റ്റുഡൻസ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ക്രിമിനൽസിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരെ ഒരു കാരണവശാലും എക്സാം എഴുതിപ്പിക്കരുത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലോ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എത്ര വലിയ കുറ്റവാളി, അതായത് മൈനർ ആണെങ്കിലും അവൻ എത്ര വലിയ കുറ്റവാളി ആണെങ്കിൽ പോലും അവരെ എക്സാം എഴുതിപ്പിക്കണം എന്ന് ഒരു ലോ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവർക്ക് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. ഒരുപാട് വീഡിയോസിൽ ഈ പ്രതിഷേധമായിട്ട് വന്ന എല്ലാവരും പോലീസുകാരെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അതും വേറൊന്നുമല്ല, ആ ഒരു വികാരം കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ചീത്തവിളികളാകുന്നത്. അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, നിങ്ങൾക്ക് നാണമില്ലേ? ഇവർക്ക് കാവൽ നിൽക്കാനായിട്ട്, കുറ്റവാളികൾക്ക് കാവലായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? പാറാവുകാരായിട്ട് നിന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള ക്രിറ്റിസൈസമായിരുന്നു. പോലീസുകാരെ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് മുകളിൽ നിന്നുള്ള ഓർഡറാണ്, ഇങ്ങനെ ഒരു ലോ ഉണ്ട്, അവർക്കത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. നടപ്പിലാക്കിയില്ല, ആ കുട്ടികൾക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് അവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റൂ. അവിടെ നിൽക്കുന്ന പോലീസുകാരൊന്നും ഇവൻ പരീക്ഷ എഴുതണം എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നതല്ല, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അവർക്ക്. അവരുടെയൊക്കെ ഒരു അവസ്ഥയാണ്. അവർക്ക് ആ ജോലി, അവരുടെ ജോലി അവർക്ക് അത് കൃത്യമായി ചെയ്തേ പറ്റുള്ളൂ. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യാമെന്ന്. ഒരിക്കലുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവർക്ക് എതിരായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും ഞാൻ പറയുന്ന ഇതാണ്, എക്സാം എഴുതിപ്പിക്കരുത്. അതിൻ്റെ ഒരു കാര്യവുമില്ല. അവർക്ക് എക്സാം എഴുതാൻ ഒരു യോഗ്യതയില്ല. കാരണം എക്സാം എഴുതേണ്ട ഒരു കുട്ടിയെ അവർ അടിച്ചു കൊന്നു, എന്നിട്ട് അവരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുന്നു. അതിലെന്ത് ലോജിക്കാണുള്ളത്? ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ ആ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തതെന്ന് ഒരിക്കലും വിചാരിക്കരുത്.
മരണപ്പെട്ട ഷഹബാസിൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോഴും ഇതേ കാര്യം തന്നെയാണ് പുള്ളിക്കാരനും പറഞ്ഞത്. പുള്ളിക്കാരനും അവർ എക്സാം എഴുതരുത് എന്നായിരുന്നു. പക്ഷേ ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കും. ഇവിടുത്തെ നിയമങ്ങൾ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ആ ടീച്ചറിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പാരൻസിന് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കണം. കൗൺസിലിംഗ് അല്ല, അവർക്കൊരു ക്ലാസ് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കണം. അതുപോലെ സ്റ്റുഡൻസിനും. പിന്നെ ഇവിടുത്തെ ലോവും ഇവിടുത്തെ സിസ്റ്റവും സ്ട്രോങ് ആയില്ലെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ കേസുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. പക്ഷെ അത് എത്രത്തോളം കറക്റ്റാണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ ആ സ്ക്രീൻഷോട്ട് ഒന്ന് വായിക്കാം. ബ്രോ, ശരിക്കും ഈ മീഡിയ പറയുന്ന കാര്യങ്ങളൊന്നും ഫുൾ റിയൽ ഒന്നുമല്ല. എവിടുന്നോ കുറച്ച് കേട്ടിട്ടാണ് അവർ പറയുന്നത്. സംഭവം സ്റ്റാർട്ടിങ് ഒരു ട്യൂഷൻ ഫെയർവെല്ലിൽ MJ സ്കൂളിലെ ഗേൾസും ബോയ്സും പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഈ കോരങ്ങാട് ഉള്ള ബോയ്സ് പാട്ട് നിന്ന് പോയെന്ന് കൂവുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. ലാസ്റ്റ് MJ സ്കൂളിലെ ഒരു ഗേളുമായി അവിടെ ചെറിയ പ്രശ്നം ആയി. പിന്നെ ബോയ്സും വന്നു. അന്നവിടെ MJ സ്കൂളിലെ ബോയ്സ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കോരങ്ങാടുകാർ അവിടെ ഷോ ഒക്കെ ഇറക്കി വലിയ സംഭവം ആക്കി. ഇതിനെ തുടർന്നുണ്ടായ വാക്ക് തർക്കത്തിൽ MJക്കാർ അവിടെ തൊട്ട് പോയെന്നില്ല. ഒരിത് വന്നപ്പോൾ ഈ MJക്കാർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാണ്. ഓളെ കൂട്ടത്തിലെ ആൾക്കാർ തൊട്ടാൽ ഓള് വെറുതെ നിൽക്കൂല എന്ന് ഓർക്ക് കാണിക്കാൻ ഈ MJ സ്കൂളാണ് ഷഹബാസ്. ഈ കോരങ്ങാടുള്ള ആൾക്കാരും MJ സ്കൂളിലുള്ള ആൾക്കാരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ അതിൽ ഇവർ 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും ഒക്കെ വിളിച്ച് ഈ MJക്കാർ എന്ന് പറഞ്ഞ ചെറിയ ടീം അല്ലാണ്ട് അറിയുന്ന ഈ കോരങ്ങാടുകാർ ഒരു അടി ഉണ്ടാവുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഓൾ കഴിയുന്നതും പിന്മാറാൻ നോക്കി. കുറച്ച് അങ്ങോട്ടുള്ള ഭാഷയാണ്, കുറച്ച് ടഫാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് അത് വായിക്കാനായിട്ട്. കണ്ടില്ലേ, ഒരു വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതിൻ്റെ ഇടയിൽ ഒരു ഗേളിൻ്റെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഗേളിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഇതിൻ്റെ കേസ് തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. അത് പോലീസ് എന്തായാലും കൃത്യമായിട്ട് അന്വേഷിക്കണം. അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്യണം. എങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരു സ്റ്റെപ്പല്ല അവിടെ അടി നടന്നത്, 2-3 തവണ അവിടെ അടി നടന്നിട്ടുണ്ട്. പുറത്തു നിന്ന് ആൾക്കാർ വരെ ആ കുട്ടിയെ തല്ലി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേസുകൾ ഇനിയും കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ വരും കാലങ്ങളിൽ നിന്നല്ല, ഈ 1-2 മാസത്തിനകത്ത് തന്നെ ഇതേപോലത്തെ ഇഷ്ടം പോലെ കേസുകൾ കാണാൻ പറ്റും. ഇവിടുത്തെ ലോയും സിസ്റ്റവും സ്ട്രിക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നൊരു വീഡിയോ ആണിത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അത് സ്കൂൾ വിദ്യാർത്ഥികളാണോ പുറത്തുള്ളവരാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ അവരുടെ കയ്യിലൊരു ആയുധമുണ്ട്. അങ്ങനത്തെ അതേ ആയുധം ഉപയോഗിച്ചാണ് ഷഹബാസ് എന്ന കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. ഇതുപോലത്തെ കേസുകൾ നിരന്തരം ഉറപ്പാണ്. ഇനി അങ്ങോട്ട് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോവും സിസ്റ്റവും എന്ന് സ്ട്രിക്റ്റ് ആകുന്നു അന്ന് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു പേടിയുമില്ല. അത് 100% ഉറപ്പാണ്. പേടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്യില്ല. അവർക്കറിയാം അവർ മൈനറാണ്, അതുകൊണ്ട് അവർ ജയിലിലിടാൻ പോണില്ല. കുറച്ച് നാളകത്ത് പോയിട്ട് പുറത്തു വരാം. ഇപ്പം കാണിച്ച വീഡിയോയിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണ്, ഈ കുട്ടികളുടെ വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ളവരാണെങ്കിൽ ഇവരൊന്നും ചെയ്യാൻ പോണില്ല. അതുപോലെ തന്നെയാണ് ഈ ഷഹബാസിൻ്റെ കേസ്. അതിൽ ഒരുത്തൻ്റെ അച്ഛൻ പോലീസുകാരനാണെന്ന് പറയുന്നു. ഈ ഷഹബാസിൻ്റെ ഡാഡാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, കൊലക്കേസിലെ പ്രതിയായിട്ടാണ് ബന്ധം എന്നൊക്കെയാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ആണെങ്കിൽ ഈ കേസും പല കേസുകളും പോലെ തേഞ്ഞു മാഞ്ഞു പോകും. അങ്ങനെ പോകുവാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വർദ്ധിക്കുക തന്നെ ചെയ്യും.